ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ക്ലാസ് 10 മാത്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്റർ 1 ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 9ാമത്തെ ക്ലാസ്സാണിത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ ദയവ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 10 ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഈസ് 250. ക്യാൻ യു ഫൈൻഡ് ദി സീക്വൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിൻ്റെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 10 ആദ്യത്തെ ടേം 10. അതുപോലെ ആദ്യത്തെ 5 ടേമുകളുടെ സം എന്ന് പറയുന്നത് 250. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ 250 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ നടുക്കത്തെ ടേം ഇൻറ്റു 5 ചെയ്യുമ്പോഴല്ലേ? നടുക്കത്തെ ടേം ആയിട്ടുള്ള തേർഡ് ടേം ഇൻറ്റു 5 ചെയ്യും. നടുക്കത്തെ ടേമിൽ ഞാനിപ്പോൾ എം എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം, മിഡിൽ ടേം എന്നുള്ള രീതിക്ക്. അപ്പോൾ എം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5, അത് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ 250 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എം കണ്ടുപിടിക്കാമല്ലോ. എം ഇസ് ഈക്വൽ ടു 250/5 വിച്ച് ഇസ് ഈക്വൽ ടു 50. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൂന്നാമത്തെ ടേം 50 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ സീക്വൻസ് കണ്ടുപിടിക്കാൻ പാടില്ലേ? എന്താണ് 10നോട് എത്ര ഡികൾ കൂട്ടുന്നതാണ് 50 എന്ന് പറയുന്നത്? 10 + 2d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 50 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അല്ലെങ്കിൽ 2d = എത്രയാണ്? 50 - 10 40. അല്ലെങ്കിൽ d = എത്രയാണ്? 20. അതായത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 20. അപ്പോൾ നമ്മളുടെ സീക്വൻസ് എങ്ങനെ വരും? സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്? 10 ആദ്യത്തെ ടേം, 10, 30, 50 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സീക്വൻസ് മുൻപോട്ട് പോകുന്നത്. അടുത്ത ടേം 70 വരും. അങ്ങനെ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ നമുക്ക് പേജ് നമ്പർ 27 ചോദ്യങ്ങളിലോട്ട് പോവാം. പേജ് നമ്പർ 27 ആദ്യം ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസസ് വിത്ത് ദി സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് 70. ഓക്കെ, ആദ്യത്തെ 7 ടേമുകളുടെ സം എന്ന് പറയുന്നത് 70. ഇതിൽ നിന്ന് നമ്മൾ ആദ്യം എഴുതിയതുപോലെ തന്നെ നമുക്ക് എഴുതാം. മിഡിൽ ടേം എന്ന് പറയുന്നത്, മിഡിൽ ടേം ഏതാണ്? 4ാമത്തെ 7 അംഗങ്ങളുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ 4ാമത്തെ ടേം അല്ലേ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത്. സോ നമുക്ക് മിഡിൽ ടേം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 7 ടേമുകൾ ഉള്ളതുകൊണ്ട് എം ഇൻറ്റു 7 ഈക്വൽ ടു എത്രയാണ്? 70. അതായത് നമുക്ക് മിഡിൽ ടേം എത്ര കിട്ടും? 70/7 വിച്ച് ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. സോ മിഡിൽ ടേം 10. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് കോമൺ ഡിഫറൻസ് ഇന്നത് എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇഫ് ഞാൻ ഡി എന്ന് പറയുന്നത് 1 ആക്കി എടുത്തു എന്ന് വിചാരിക്കാം. ഡി ഞാൻ 1 ആക്കി എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും സീക്വൻസ് മുൻപോട്ട് പോകുന്നുണ്ടാവുക? മുമ്പോട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ കൂട്ടുക. 11, 12, 13. പുറകോട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ എന്താണ്? 1 കുറയ്ക്കുക. 9, 8, 7. ഇനി അടുത്തത് കോമൺ ഡിഫറൻസ് ഇപ്പോൾ ഞാൻ ഡി എന്ന് എടുക്കുവാണെങ്കിലോ, ആദ്യത്തെ ടേം 10 തന്നെ, രണ്ടാമത്തെ ടേം 12, 14, 16. ഇനി പുറകോട്ട് പോകുമ്പോൾ എത്ര വരും? 8, 6, 4 ഇങ്ങനെ വരും. ഇനി അടുത്തത് ഞാൻ d = 3 എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. d = 3 നടുക്കത്തെ ടേമിന് വ്യത്യാസമൊന്നുമില്ല. മുമ്പോട്ടുള്ള ടേമുകൾ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 3 കൂട്ടി പോകണം അല്ലേ? അപ്പോൾ 13, 16, 16, 3, 19. എഗെയിൻ ഇവിടെ കുറച്ച് വരാം. 10ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 7, 7ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 4, 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1. ഓക്കെ, ഇപ്പം നമുക്ക് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ് കിട്ടിയില്ലേ? നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, എത്ര അരിത്തമെറ്റിക് സീക്വൻസുകൾ വേണമെങ്കിലും നമുക്കിതുപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആകെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഈ ഒരു കാര്യമാണ് ഓർക്കേണ്ടത്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിലും എക്സാമ്പിളായിട്ട് കണ്ട പ്രോബ്ലത്തിലും പേജ് നമ്പർ 27 ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് സെയിം കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദ സം ഓഫ് 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എഗെയിൻ നമ്മളിതുപോലെ നമുക്ക് 3 ടേമുകളുണ്ട് അല്ലേ? അപ്പോൾ 3 ടേമിൻ്റെ കേസ് പറയുമ്പോൾ എന്താണ്? 1, 2, 3. ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ എ പി, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എൻ എ പി എന്ന് പറയുന്നത് 30. അപ്പോൾ ഈ നടുക്കത്തെ ടേമായിട്ടുള്ള രണ്ടാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇവിടെ ഞാനതിന് M1 എന്ന് കൊടുക്കാം. അടുത്ത 7 നമ്പറുള്ള സീക്വൻസ് എഴുതുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്?
7 ടേം വരുമ്പോഴേക്കും അതിൻ്റെ സം എന്ന് പറയുന്നത് 140 തന്നിട്ടുണ്ട്. 4ാമത്തെ ടേമാണ് ഇവിടുത്തെ മിഡ് ടേം ആയിട്ട് വരുന്നത്. ഞാനിതിനെ M2 എന്ന് കൊടുക്കുവാണ്. അപ്പോൾ M1 കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്. M1 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 30/3 എടുത്തുകൊണ്ട് വെച്ചാൽ മതിയാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഈ സാധനം പറഞ്ഞിട്ടുള്ളതാണ്. 30/3 എടുത്താൽ മതി. ഇതാണ് 30. ഓക്കെ, 30/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മിഡിൽ ടേം ആയിട്ടുള്ള 10 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ M1 എന്ന് പറയുന്നത് 10 ആണ്. ഇനി എന്താണ് നമുക്കറിയാം, 7 × M2 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് 140 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് M2 കണ്ടുപിടിക്കാമല്ലോ. M2 = എന്താണ് 140/7 ആണ്, = 20 ആണ്. സോ നമുക്ക് ഈ ടേം 10 എന്നും കിട്ടി, അടുത്ത ടേം എന്ന് പറയുന്നത് 20 എന്നും കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 10 + 2D = 20 ആണ് അല്ലേ. 2 ഡികൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടത്തില്ലേ. സോ 2D = 10 ആണ്, D = 10/2 ആണ്, which is = 5 ആണ്. D 5 ആണ്. അപ്പോൾ നമുക്ക് ടേംസ് എഴുതി നോക്കാം, സീക്വൻസ് എഴുതി നോക്കാം. D 5 വീതം കൂട്ടി വന്നാൽ 15, 20, 25, 30, 35 ഇവിടെ വരെയാണ് പോരുന്നത്. ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും, ഈ ഫസ്റ്റ് ടേം എന്തായിരിക്കും, 10ൽ നിന്ന് 5 കുറച്ചാൽ മതി. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് ദി സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്? രണ്ടാമത്തെ ടേം അതാണ് നമ്മളുടെ M1 ആണല്ലേ, അതെത്രയാണ് 10 ആണ്. ദെൻ വാട്ട് ഈസ് ദി ഫോർത്ത് ടേം? അതെന്ന് പറയുന്നത് M2 ആണ്. M2 എന്ന് പറയുന്നത് എത്രയാണ്, അത് 20 ആണ്. റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. നമ്മൾ എഴുതി 5, 10, 15. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ സീക്വൻസ് ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്തെടുക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ടറിനെ വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും ചെയ്തു പോകേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. എഗെയിൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 150 ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഈസ് 550. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ്, അപ്പോൾ 10 ടേമുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് 10 ടേംസ് ഇങ്ങനെ ഒന്ന് വരച്ചിടുകയാണ്. 1, 2, 3, 4, 5, 6, 8, 9, 10. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്നത് ഫസ്റ്റ് 5 ടേംസ്, സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് 150 ആണ്. അതായത് ഫസ്റ്റ് 5 ടേമുകളുടെ മിഡ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ടേമുകളാണെങ്കിൽ മിഡ് ടേം ആരാണ്, തേർഡ് ടേം ആണ്. അതായത് ഞാനിപ്പോൾ അതിനെ A3 എന്ന് എടുക്കുക, അല്ലെങ്കിൽ A3 എന്ന് എടുക്കാം. മൂന്നാമത്തെ ടേം ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ A3 എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 150/5 which is = 30 ആണ്. സോ മൂന്നാമത്തെ ടേം നമുക്ക് എന്തെന്ന് കിട്ടി, 30 എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് വായിക്കാം. ആൻഡ് ദി സം ഓഫ് ദി ഫസ്റ്റ് 10 ടേംസ് ഇസ് 550. നമുക്കറിയാം ആദ്യത്തെ 5 ടേമുകളുടെ, അതായത് ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള ആ സാധനങ്ങളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്, 150 ആണ്. ബാക്കി എത്ര പേരുണ്ട്, ബാക്കി ഇവിടെ വരെ ഇപ്പോൾ ഞാൻ A5 വരെ എഴുതിയെന്ന് വിചാരിക്കാം. A4, A2, A1. ഓക്കെ, A1, A2, A3, A4, A5. അവർ വരെയുള്ള സം എന്ന് പറയുന്നത് 150 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി കിടക്കുന്നത് ആരാണ്, A6, A7, A8, A9, A10. ഓക്കെ, നമുക്ക് ഇനി തന്നേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള സം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂടി ഫസ്റ്റ് 10 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 550 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അവസാനത്തെ ഈ 5 ടേമുകളുടെ സം കണ്ടുപിടിക്കാമല്ലോ. എത്രയായിരിക്കും, അതായത് ഈ പർട്ടിക്കുലർ ടേം അവസാനത്തെ 5 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്, 550ൽ നിന്ന് 150 കുറയ്ക്കുന്നതല്ലേ. 550ൽ നിന്ന് 150 പോയാൽ എത്രയാണ്, 400 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദി നെക്സ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് എത്ര കിട്ടി, നമുക്ക് 400 എന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പോൾ ഇത്രയും, ഇനി നമ്മളോട് അടുത്തതെന്ന് പറയുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. വാട്ട് ഈസ് എ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. A3 എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് കിട്ടി, 30 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, വാട്ട് ഈസ് ദി 8th ടേം ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 8th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നെക്സ്റ്റ് 5 ടേമുകളുടെ സം 400 ആണെന്ന് നമുക്കറിയാം. ഇനി എന്താണ് ഈ A8 എന്ന് പറയുന്നത്, ഈ അടുത്ത 5 ടേമുകളുടെ മിഡ് അല്ലേ വരുന്നത്, മിഡ് ടേം ആയിട്ടല്ലേ വരുന്നത്. അതായത് എത്രയാണ്, 5 × A8, 8ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്, 400 ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം.
അതായത് നെക്സ്റ്റ് 5 ടേമുകളുടെ സമ്മ് നമ്മൾ 400 എന്ന് കണ്ടുപിടിച്ചു. നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എഴുതാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ എഴുതി. നെക്സ്റ്റ് 5 ടേമുകളുടെ സമ്മ് 400 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്കറിയാം, നമ്മൾ ചോദിച്ചിരിക്കുന്നത് 8th ടേം ഓഫ് ദി സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ 8th ടേം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞെങ്കിൽ 8th ടേം ആരാണ്? നെക്സ്റ്റ് 5 ടേമുകളുടെ നടുക്കത്തെ വാല്യൂ ആണ്. സോ നമുക്ക് എന്താണ് 5 × A8 എന്ന് എഴുതാം ഈക്വൽ ടു 400. സോ A8 is equal to 400 divided by 5 എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു 80 എന്ന് വരും. അതായത് നമ്മളുടെ 8ാമത്തെ ടേം എന്ന് പറയുന്നത്, അതായത് ഇവിടെ കിടക്കുന്ന ഈ ടേം എന്ന് പറയുന്നത് ആരാണ്? A8 ഇവിടെ അല്ലേ വരുന്നത്. ഇയാളെന്ന് പറയുന്നത് 80 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ദെൻ റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ക്ലിയർ ആവും. എന്നാലും നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. 3ാമത്തെ ടേമായിട്ടുള്ള 30ൽ നിന്ന് എത്ര ഡികൾ കൂട്ടുമ്പോഴാണ് നമുക്ക് 8ാമത്തെ ടേമായിട്ടുള്ള 80 കിട്ടുന്നത്? 5 കൂട്ടുമ്പോഴല്ലേ? 5 പ്രാവശ്യം ഡി കൂട്ടണ്ടേ? പൊസിഷൻ ഡിഫറൻസ് നോക്കിയാൽ മതി. 3ാമത്തെ പൊസിഷനിൽ നിന്ന് 8ാമത്തെ പൊസിഷൻ വരെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 പ്രാവശ്യം ഡി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 80 കിട്ടുന്നത്. സോ എന്താണ് ഇവിടെ നമുക്ക് 30 + 5D is equal to 80 എന്ന് എഴുതാം. അല്ലെങ്കിൽ 5D is equal to എന്താണ്? 80 - 30 എന്ന് എഴുതാം. അല്ലെങ്കിൽ 5D equal to എത്രയാണ്? 50 ആണ്. D equal to 10 എന്ന് വന്നു. D equal to 10 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുമ്പോട്ട് നമ്മുടെ സീരീസ് കണ്ടുപിടിക്കാമല്ലോ. 10 വീതം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ 3 ടേമുകൾ കണ്ടുപിടിച്ചാൽ മതി. 10 വീതം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10, 20, 30 എന്ന് നമുക്ക് ആദ്യത്തെ 3 ടേമുകൾ കിട്ടും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദി സം ഓഫ് ദി 11th and 21st ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് ദി 16th ടേം? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 16ാമത്തെ ടേമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 16ാമത്തെ ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കടക്കുന്നവരല്ലേ ഈ 11th ടേമും 21st ടേമും? അതായത് 16ാമത്തെ ഈ ടേമിൽ നിന്ന്, ഓക്കെ, 16ാമത്തെ ടേമിൽ നിന്ന് 5 കൂട്ടിക്കഴിഞ്ഞാൽ 5 ടേമുകൾ അപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 21ാമത്തെ ടേം കിട്ടും. 21st ടേം കിട്ടും. അതുപോലെ തന്നെ എന്താണ്, 5 ടേമുകൾ ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 11th ടേം കിട്ടില്ലേ അല്ലേ? 16ാമത്തെ ടേമിൽ നിന്ന് 5 പൊസിഷൻസ് മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 21ാമത്തെ ടേം കിട്ടും. 21 കിട്ടുമെന്നല്ല കേട്ടോ, 21ാമത്തെ ടേം കിട്ടും, 21st ടേം കിട്ടും. അതുപോലെ 5 പൊസിഷൻ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 11th ടേം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചേക്കണം? നമുക്കറിയാം, ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് നമുക്ക് 80 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ ഇത് 16 ഒരു മിഡിൽ ടേം ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ 2 × മിഡിൽ ടേം ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇവരുടെ, അതായത് ഈക്വൽ ഡിഫറൻസസിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് അകലെ കിടക്കുന്ന ആളുടെ സമ്മെന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2 × m is equal to 80. നമ്മൾ നേരത്തെ കഴിഞ്ഞ 8ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2 × m is equal to 80 ആണ്. സോ m എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? 16ാമത്തെ ടേം ആണ് കേട്ടോ. 16ാമത്തെ ടേം ആയിട്ടുള്ള m is equal to എത്ര വന്നു? 80/2 is equal to 40 എന്ന് വന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് 4ാമത്തെ ചോദ്യം. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ വിട്ടുപോയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 4. ദെൻ അടുത്ത് നമുക്ക് നമ്മളുടെ 5ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 5ാമത്തെ ചോദ്യം വായിക്കാം, ശ്രദ്ധിച്ച് വായിക്കണം. ദി ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, ഒരു പെൻഡഗൺ തന്നിട്ടുണ്ട്. ആ പെൻഡഗണിലെ ആംഗിൾസ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസിലാണ് പോകുന്നത്. ദെൻ ഇഫ് ദി ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദെയർ മാഗ്നിറ്റ്യൂഡ്, വാട്ട് വുഡ് ബി ദി തേർഡ് ആംഗിൾ? ഇതൊരു ഓർഡറിലാണ് എഴുതി വരുന്നതെങ്കിൽ തേർഡ് ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താണ് സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ എത്രയാണ്? അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് n - 2 × 180. ഓക്കെ, n - 2 × 180. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇനി തുടക്കത്തിലുള്ള ഒരു ക്ലാസ്സിൽ ഈ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. എത്ര വരും ഇവിടെ n എത്രയാണ്? പെൻഡഗൺ ആണല്ലേ. പെൻഡഗൺ എന്ന് പറഞ്ഞെങ്കിൽ 5 ആണ്. അപ്പോൾ 5 - 2 × 180 അഥവാ 3 × 180. 3 × 180 എത്രയാണ് മക്കളെ? 3 × 180 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 540 ആണ്. ഓക്കെ, സോ ഇഫ് ദി ആംഗിൾസ് ആർ റിട്ടൺ അക്കോർഡിംഗ് ടു ദർ മാഗ്നിറ്റ്യൂഡ്, വാട്ട് വുഡ് ബി ദി തേർഡ് ആംഗിൾ? അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് 5 ടേമുകളുടെ അല്ലെങ്കിൽ 5 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്?
540 ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് ഇവിടെ ഓർഡറിലാണ് എഴുതി വരുന്നതെങ്കിൽ മൂന്നാമത്തെ ടേം, അതായത് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? മിഡിൽ ടേം ആണല്ലേ. അപ്പോൾ 5 ഇൻറ്റു മിഡിൽ ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 540 ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? എം എന്ന് പറയുന്നത് എത്രയാണ്? 540/5 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 108 ഡിഗ്രിയാണ്. സോ മൂന്നാമത്തെന്ന് പറയുന്നത് എത്രയാണ്? 108 ഡിഗ്രിയാണ് മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ചോദിച്ചിരിക്കുന്നത് ഇഫ് ദി സ്മോളസ്റ്റ് ആംഗിൾ ഇസ് 40 ഡിഗ്രി, ഏറ്റവും ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കിവിടെ അറിയുന്ന കാര്യം 40 ആണ് ഫസ്റ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. ദെൻ തേർഡ് ആംഗിൾ 108 ആണെന്നറിയാം. അപ്പോൾ 40ൻ്റെ ഒപ്പം നമുക്ക് എത്ര കൂട്ടണം? 40 + 2d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 108 കിട്ടും. അതായത് 2d = എത്രയാണ്? 108 - 40, അത് എത്രയാണ് വരുന്നത്? 68 ആണ് വരുന്നത്. സോ 2d = 68 ആണെങ്കിൽ d = 68/2, 34 ആണ്. സോ നമുക്ക് 34 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ 34 വീതം കൂട്ടി പോവാം. 40യുടെ കൂടെ 34 കൂട്ടുമ്പോൾ എത്ര വരും? 74 വരും. 74ൻ്റെ ഒപ്പം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 108 എന്ന് വരും. 108ൻ്റെ ഒപ്പം 34 കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 142 എന്ന് വരും. അഗെയിൻ 42 കൂട്ടിക്കഴിയുമ്പോൾ 176 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എല്ലാ ആംഗിളുകൾ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്യാൻ ദി സ്മോളസ്റ്റ് ആംഗിൾ ബി 36? സ്മോളസ്റ്റ് ആംഗിൾ 36 ആകാൻ പറ്റുമെന്ന്. അപ്പം നമ്മൾ സ്മോളസ്റ്റ് ആംഗിൾ 36 എന്നുള്ള രീതിക്ക് നമ്മൾ ഫിക്സ് ചെയ്യാം. സോ സ്മോളസ്റ്റ് ആംഗിൾ 36 ആണ്. അടുത്ത് അറിയത്തില്ല. അടുത്തത് നമുക്ക് എത്രയാണെന്നറിയാം? 108 ആണെന്നറിയാം. തേർഡ് ആംഗിൾ 108 ആണെന്നറിയാം. ബാക്കി എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാം. അപ്പോൾ എഗെയിൻ നമ്മൾ ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിക്കാൻ സെയിം ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. 36ൻ്റെ ഒപ്പം നമുക്ക് എന്താണ്? 2d, രണ്ട് പ്രാവശ്യം ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 108 കിട്ടും. സോ 2d = എത്രയാണ്? 2d = 108 - 36, അത് 72 എന്ന് വരും. സോ d = എത്ര തന്നെ വന്നു? 36 വന്നു. സോ ഇതിന് വിധം നമ്മൾ 36 വീതം നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്ത് പോവാണ്. 36ൻ്റെ ഒപ്പം 36 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് 72 വരും. 108ൻ്റെ ഒപ്പം 36 കൂട്ടിക്കഴിഞ്ഞാൽ 144 വരും. 144ൻ്റെ ഒപ്പം നമ്മൾ 36 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 വരും. ഓക്കെ, സോ ഈ 180 എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ആംഗിളാണ് 180 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ പോളിഗൺ വിത്ത് വൺ ആംഗിൾ 180. ഒരു ആംഗിൾ 180 ആയിക്കൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാണ്? വരയ്ക്കാനായിട്ട് 36 ഡിഗ്രി ഏറ്റവും ചെറിയ ആംഗിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ആവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പേജ് നമ്പർ 27 എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.